Hi dears, welcome back to my YouTube channel. ഇന്ന് നമ്മളൊരു പ്രെഡ് ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ 4.5 മീറ്റർ ക്രേപ്പ് മെറ്റീരിയലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് മെറ്റീരിയൽ. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയലിനെ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഒന്ന് ഫ്രണ്ട് പീസ്, ഒന്ന് ബാക്ക് പീസ്, പിന്നെ 2 കൈക്കുമുള്ള പീസ്. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ തുണിയിൽ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ബുക്കിൽ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതിന് മുമ്പായിട്ട് വീഡിയോസിലൊക്കെ കമൻസ് ഉണ്ടായിരുന്നു കട്ടിങ് ഒന്നും ക്ലിയർ ആവുന്നില്ല. ഞാനിത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യം അത് വരച്ച് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇപ്പം വരയ്ക്കുന്നതാണ് ഫ്രണ്ട് പീസ്. നമ്മുടെ തുണിക്ക് ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 4.5 മീറ്ററും വിഡ്ത്ത് 40 ഇഞ്ചുമാണ്. അപ്പം അത്യാവശ്യം തടിയുള്ള ആൾക്കാണെങ്കിൽ അത്യാവശ്യം തടിയുള്ള ആൾക്കാണെങ്കിൽ നിസ്കാര കുപ്പായം അടിക്കുന്നതെങ്കിൽ ആ 40 ഇഞ്ച് വിഡ്ത്ത് തന്നെ എടുക്കാം. അത്ര തടിയൊന്നും ഇല്ലാത്ത മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ 35 ഇഞ്ചൊക്കെ മതി. 40 ഇടുന്നതിനും പ്രശ്നമില്ല, നിസ്കാര കുപ്പായം ആയതുകൊണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ലല്ലോ. പക്ഷേങ്കിൽ ഞാൻ 35 എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് 65 ഇഞ്ചാണ്. അത് എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് 65 ഇഞ്ച് എടുത്തത്. ഒരു സാധാ വലിപ്പമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 60 ഇഞ്ചൊക്കെ മതിയാവും. ഞാൻ അതുകൊണ്ട് 5 ഇഞ്ച് എക്സ്ട്രാ എടുത്തതാണ് ഹൈറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ടോട്ടൽ 65 ഇഞ്ചാണ് ലെങ്ത്ത് ഉള്ളത്. ആദ്യം നമ്മൾ ഈ തുണിയിൽ 65 ഇഞ്ച് ലെങ്ത്ത് അളന്നിട്ട് അത് കട്ട് ചെയ്ത് വെക്കാം. ഇതിൽ കാണുന്ന വലിയ പീസാണ് ബാക്ക് പീസായിട്ട് എടുത്തത്, ആ ചെറിയ പീസ് ഫ്രണ്ട് പീസും. അപ്പം ഫ്രണ്ടിലുള്ളത് 65 ഇഞ്ചും ബാക്ക് സൈഡിലും 65 ഇഞ്ചിൻ്റെ ലെങ്ത്ത് എടുക്കുക. അതിനോട് കുറച്ചുകൂടെ ലെങ്ത്ത് ആഡ് ചെയ്യണം. ആ ലെങ്ത്ത് എത്രയാണെന്ന് മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തതിൻ്റെ വിഡ്ത്ത് എത്ര വരുന്നത് 35 ഇഞ്ചാണ്. അപ്പോൾ 35 ഇഞ്ച് ബൈ 2 ചെയ്യുക. അപ്പോൾ 17.5 ആയിരിക്കും കിട്ടുക. അപ്പോൾ 17.5 എന്താക്കുക, ഈ 65 പ്ലസ് 17.5 ആണ് നമ്മൾ ബാക്ക് പീസിൻ്റെ ലെങ്ത്ത് അധികം എടുക്കേണ്ടത്. അതായത് മുൻവശത്തെ തുണിയിലെ വീതിൻ്റെ പകുതി ബാക്ക് സൈഡിലെ തുണിയിൽ ആഡ് ചെയ്യുക. അതെന്തിനാണ് അങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ നിസ്കാര കുപ്പായത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഖമക്കനെയും നിസ്കാര കുപ്പായം ഒപ്പരാണ് വരിക. അപ്പോൾ ബാക്ക് പീസ് എന്നാണ് നമ്മൾ ഈ മുഖമക്കനെയും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ആ ഒരു ലെങ്ത്ത് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡിലെ വിഡ്ത്തിൻ്റെ പകുതി ബാക്ക് സൈഡിലെ ലെങ്ത്തിൻ്റെ കൂടെ, അതായത് ഫ്രണ്ട് പീസിൻ്റെ അതേ ലെങ്ത്ത് തന്നെയാണ് ബാക്ക് സൈഡിലും എടുക്കേണ്ടത്. ആ ലെങ്ത്തിനോട് പ്ലസ് ഈ വിഡ്ത്തിൻ്റെ ഹാഫ് ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ അളവിൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പീസിൻ്റെ ഒരു വിഡ് സൈഡ് എടുക്കുക, ഒരു മുകളിലേക്ക് വരുന്ന സൈഡ് എടുക്കുക. എന്നിട്ട് അത് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കുക. ആ ഒരു സൈഡാണ് നമ്മളെ ഫേസിലേക്ക് വരിക, മീൻസ് ആ മക്കനിൻ്റെ പുറത്തേക്ക് കാണുന്ന ഭാഗമായിട്ട് വരിക. അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ജസ്റ്റ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ബാക്ക് സൈഡിൻ്റെ ഒരു വീതിയുള്ള ഭാഗം. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ ഫേസിൽ വെച്ച് നോക്കുക. എന്നിട്ട് എത്രയാണ് മുഖവട്ടം എത്ര വരുന്നതെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് ഒരു പിന്നോ എന്തെങ്കിലും ചെയ്തിട്ട് ഉൾവശത്തൂടെ എന്ന് വെച്ചാൽ നല്ല ഭാഗത്തല്ല നല്ല വശം ചേർത്ത് വെച്ച് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ നേരെ തിരിച്ചിട്ടിട്ട് അത് ക്ലോസ് ചെയ്തെടുക്കുക. ഞാൻ ഇത് അടിച്ചതിന് ശേഷമാണ് നല്ല വശത്തൂടെ പോയി അടിച്ചത്. പിന്നെ അത് തുന്നയിച്ച് ഉള്ളിൽ കൂടെ അടിച്ചതാണ്. മുഖവട്ടം അളന്നിട്ട് ബാക്കി ബാലൻസായി വരുന്ന ഭാഗം കൂട്ടിയടിച്ചാൽ അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഫേസിലിട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു മക്കനൻ്റെ ഷേപ്പിൽ അത് വന്നിട്ടുണ്ടാവും. വീഡിയോയിൽ കാണുന്ന പോലെ അത് നല്ല വൃത്തിയിൽ നോർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ഫ്രണ്ട് പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുക. അതായത് നല്ല വശവും ചേർത്താണ് അടിക്കേണ്ടത്. ഇപ്പോൾ ഈ മുഖമക്കനൻ്റെ ആ ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക. മീൻസ് നമ്മളിപ്പം ഈ ഫ്രില്ലൊക്കെ ഇട്ടത് ജോയിൻ ചെയ്തടിക്കില്ല, അതേപോലെ നല്ല വശം കൂട്ടി വെച്ച് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം ഞാൻ മുട്ടുസൂചി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ്. എന്നാലും ആ തുണി ഒരു വൈദ്യുതി പോകുന്ന തുണി ആയതുകൊണ്ട് പിൻ വെച്ച് അടിക്കുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈക്ക് ആവശ്യമായ ലെങ്ത്ത്
ഓരോരുത്തർക്കും ഓരോ ലെങ്ത് ആയിരിക്കുമല്ലോ, അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് അളന്നിട്ട് അത് ആ ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇത് ചുരിദാറിനൊക്കെ കൈ വെട്ടുന്ന പോലെ കൈക്കുയി അങ്ങനെ വളച്ച് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി, സാധാ പോലെ ഒന്നും ചെയ്യേണ്ട. പിന്നെ നമ്മൾ ഇത് ഇലാസ്റ്റിക്കാണ് ചെയ്യുന്നത്, അറ്റത്ത് കൈയിൻ്റെ എൻഡിൽ ഇലാസ്റ്റിക് വെച്ചാണ് ക്ലോസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനി ഇത് അടിച്ചു വെച്ച ആ ബോഡി ഷേപ്പിൻ്റെ മുകളിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കൂട്ടിയടിച്ചതിൻ്റെ 2 എൻഡിലാണ് കൈ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അത് സാധാ പോലെ തന്നെ നല്ല വശവും ചേർത്ത് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. വെട്ടി വെച്ച കൈയിൻ്റെ കട്ട് പീസ് സെൻറ്ററിലൊരു ചെറിയ വെട്ടിട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് 2 സൈഡിലും ബാലൻസ് ആക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി 2 കൈയിൻ്റെയും എൻഡിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് 2 കൈയിൻ്റെയും എൻഡ് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കിയടിക്കുക. നമ്മൾ കൂട്ടിയടിച്ച ഭാഗമല്ല, പുറത്തേക്ക് എൻഡിലേക്ക് വരുന്ന സൈഡ് ഉണ്ടല്ലോ, അത് ഡബിൾ ഫോൾഡ് ചെയ്ത് കൂട്ടിയടിക്കുക. എന്നിട്ട് ഒരു ഇലാസ്റ്റിക് എടുത്തിട്ട്, അപ്പം നിങ്ങളെ കൈമേലുള്ള ഏത് ഇലാസ്റ്റിക്കായാലും ചിലത് വിടുത്തുള്ളതായിരിക്കും, വിടുത്ത് കുറവുള്ളതായിരിക്കും, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതെടുത്തിട്ട് നമ്മളെ കൈമേൽ ജസ്റ്റ് വെച്ച് നോക്കുക എത്ര ടൈറ്റാണ് വേണ്ടത്. എന്നിട്ട് ആ അളവിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്ത് ഒരു പിന്ന് വെച്ചിട്ട് ആ ഡബിൾ ഫോൾഡ് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ അടിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വലിച്ച് അപ്പുറത്ത് പിന്നുകൊണ്ട് നമ്മൾ സാധാ കയറൊക്കെ ഇടുന്ന പോലെ ഇട്ടിട്ട് വലിച്ചിട്ട് എൻഡിലും ലോക്ക് ചെയ്ത് കൊടുക്കുക. 2 കൈയിൻ്റെയും 2 സൈഡിലും അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 2 സൈഡിലും അടിവരെ കൂട്ടിയടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു സൈഡ് കൈയിൻ്റെ ഭാഗം ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒക്കെ താഴെ വരെ അടിച്ച് താഴെ വരെ എൻഡ് വരെ കൂട്ടിയടിച്ച് ശേഷം അടിഭാഗം ഫോൾഡ് ചെയ്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ച് ഫുള്ള് അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ ഭാഗം അടിച്ച് ക്ലോസ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാം. മുഖമക്കനയുടെ ഫ്രണ്ടിൽ ബാക്കിലേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് 2 കയറ് 2 സൈഡിലും വെച്ചെടുത്തിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാന്ന് വെച്ചാൽ, നമുക്ക് അത്യാവശ്യം വേണ്ട ലെങ്ത് എടുക്കുക, എന്നിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കുക വേസ്റ്റ് ആയ തുണിയിൽ നിന്ന്. എന്നിട്ട് അത് ഡബിൾ ഫോൾഡ് ചെയ്ത് മീൻസ് പുറത്തേക്ക് ആവാതെ 2 ഭാഗം ഉള്ളോട്ട് മടക്കിയിട്ട് കൂട്ടിയടിച്ചിട്ട് പിന്നിട്ട് മറിച്ച് നല്ല ഭാഗം മറച്ചിട്ട് അത് ആ മുഖമക്കനയുടെ ഭാഗത്ത് 2 സൈഡിലും വെച്ച് കൊടുത്ത് അങ്ങനെയാണ് അത് ജസ്റ്റ് വെച്ച് കൊടുത്താൽ ലാസ്റ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതാണ് ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.